സൂര്യകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദൈവ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലാണ്, KITS. ഇത് കോട്ടയത്താണ്. വളരെ മനോഹരമായ കോളേജാണ്. അതിലേറെ നല്ല ഒന്നാം തരം കുട്ടികളുമാണ്. അവരവിടെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ പുതിയ പുതിയ സാധനങ്ങളാണ് അവർ നമുക്ക് തരാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. കമാൺ. കിലുക്കം എന്ന മൂവി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലിനെയും ജഗതിയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഒന്നുകൂടി ഇരുത്തി ആലോചിച്ചാൽ അടുത്തത് വരുന്നത് തിലകനും ഇന്നസെൻറ്റുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതിൽ ഏറ്റവും മനോഹരമായൊരു കോമ്പിനേഷനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അത് ഇവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്താണ് പേര്? അക്ഷയരാജ്. എവിടെയാണ്? നാട് ആലപ്പുഴ മാന്നാറാണ്. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ സിവിൽ ഫൈനൽ ഇയർ ആണ്. ഓക്കെ, റെഡി, ആക്ഷൻ. എന്താ മാവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നേ. താൻ എവിടെ നോക്കുന്നേ? എക്സ്ട്രാ ഡയലോഗ് ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. താൻ എവിടെ നോക്കണേ? താൻ്റെ പൊട്ടം കളിക്കാണോ? ഞാനാ വിളിച്ചത്. ഒരു കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകൊള്ളിയും കടിച്ചു പിടിച്ച് നാലണക്ക് ഗതിയില്ല, നാലണക്ക് കൊള്ളാത്ത ഒരു ഒടുക്ക് കാറിൽ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. സുപ്രീം കോടതി ഇട്ടല്ലോ. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നിന്നെ ഞാൻ ശരിയാക്കി തരാം മൊരട്ട് കാളെ. സുപ്രീം കോടതി തൊട്ട് താനെ വിളിക്കുമല്ലേ എന്റെ തന്തയ്ക്ക്. എന്റെ തന്തയ്ക്ക് ഇത്രയും നാള് ഞാൻ കേട്ടത് എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടക്കും കാശുണ്ടായാലും ഏത് പാവപ്പെട്ടവന്റെ തന്തയ്ക്ക് വിളിക്കും. 35 കൊല്ലം താന്റെ തന്തയ്ക്ക് വിളിച്ചില്ലേ? ഇനി ഞാൻ തിരിച്ചു വിളിക്കാം. അടിച്ചിന്റെ മോന്തര ഷേപ്പ് ചെയ്യാൻ പറ്റും. എന്നെ വിലയിരുത്താൻ താൻ ആരാടോ? താൻ്റെ വിചാരിച്ച ജീവിതകാലം മുഴുവൻ ഞാൻ തന്റെ ഞാൻ തന്റെ ചെരുപ്പും നക്കി ഇവിടെ ജീവിക്കുമെന്നോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനും വെക്കുന്നുണ്ട് കുറച്ച് വേലക്കാരെ വീട്ടിൽ. താൻ വന്ന് കാണ്. താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കം പാമ്പിനെയാണല്ലോ ദൈവമേ മൂർക്കം പാമ്പിനെയാണല്ലോ ദൈവമേ പാല് കൊടുത്ത് വളർത്തിയത്. അതേടോ, മൂർക്കം പാമ്പിനെ തന്നെ താൻ പാല് കൊടുത്ത് വളർത്തിയത്. പേരെന്താണ്? അലീന മനോഹരമായ ഒരു ആങ്കറാണ്. എല്ലാരും അങ്ങനെയൊന്നും ഭയങ്കര വിനയാണ് കേട്ടോ എല്ലാവരും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ് ഇയർ ആണ്. നാട് ആലപ്പുഴ. ഒരു 2 വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും 2 സെന്റൻസ് ഒന്ന് ആങ്കർ ചെയ്ത് കാണിച്ചു നോക്കട്ടെ, കൊള്ളാവുന്നു. നമുക്ക് മറ്റേ പ്രോഗ്രാമിൽ വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പരിപാടിയായ ദേ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലാണ്. നമുക്ക് തുടങ്ങാം. അതാണ് വേണ്ടത്. ഡോ, താൻ എങ്ങോട്ടാടോ നോക്കുന്ന? താൻ എന്താ പൊട്ടം കളിക്കുവാണോ? ഇങ്ങോട്ട് നോക്കടോ. കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകുകൊള്ളിയും കടിച്ചു പിടിച്ച് 4 അണയ്ക്ക് കൊള്ളാത്ത ലൊടക്ക് കാറിൽ ഞെളിഞ്ഞിരുന്ന സായിപ്പാവോ? നിന്നെ ഇന്ന് ശരിയാക്കി തരാടാ എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. സുപ്രീം കോടതി തൊട്ട് താൻ എന്താ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയതാ. ഇത്ര നാള് ഞാൻ സഹിച്ചതേ എന്റെ ഗതികേട് കൊണ്ടാ. ഏതാൾക്ക് കാശുണ്ടെങ്കിലേ ഏത് പാവപ്പെട്ടവനെയും അതിന്റെ തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലമായി താൻ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഞാൻ ഇതെല്ലാം തന്റെ തന്തയ്ക്ക് തിരിച്ചു വിളിക്കാം.
ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഡാന്നാ അടിച്ചു നിന്റെ മോനയുടെ ഷേപ്പ് മാറ്റും. അയ്യോ ഇങ്ങനെ പറയല്ലേ, ചിരിച്ചിരി ഒരുപാട് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. താനെന്താ വിചാരിച്ച്? ഇതെന്താ ഇങ്ങനെ എഴുതുകയാണോ? താനെന്താ വിചാരിച്ചത്? മറന്നു. തന്റെ ചെരുപ്പ് നക്കി ഇത്ര ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കുന്ന വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം. ഞാനും വെക്കുന്നുണ്ടോ എന്റെ വീട്ടിൽ കുറെ വേലക്കാര്. താൻ അവിടെ വന്ന് നോക്കണം. ഇപ്പൊ താൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്ര നാള് താൻ പാമ്പിന്റെ പേരെന്തുവാ? മാറ്റണോ? മൂർഖമ്പാമ്പിനെ എനിക്ക് പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടോ മൂർഖമ്പാമ്പിനെ തന്നെ അതാ പാല് കൊടുത്ത് വളർത്തിയത്. അയ്യോ എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? ഇതുപോലെ നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ല എന്നോട്. എന്താണ് പേര്? അമൽരാജ്. അമൽരാജ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ട്രിപ്പിൾ തേർഡ് ഇയർ. നാട്? പാലക്കാട്. പാലക്കാട്. അപ്പം അമൽരാജ് മനോഹരമായൊരു പാട്ട് നമുക്ക് വേണ്ടി പാടുന്നതാണ്. ഓക്കെ ഓക്കെ. കായലോരം കാത്തു നിന്ന് കണ്ടു പൊന്നെ ഞാൻ, കായലോരം കാത്തു നിന്ന് കണ്ടു പൊന്നെ ഞാൻ, കണ്ടു പൊന്നെ ഞാൻ. ഉള്ളിലാകെ പൊള്ളലാണ് നെഞ്ച് നീറ്റണ നോവ്, ഉള്ളിലാകെ പൊള്ളലാണ് നെഞ്ച് നീറ്റണ നോവ്, നെഞ്ച് നീറ്റണ നോവ്. കായലോരം കാത്തു നിന്ന് കണ്ടു പൊന്നെ ഞാൻ, കായലോരം കാത്തു നിന്ന് കണ്ടു പൊന്നെ ഞാനേ, കണ്ടു പൊന്നെ ഞാനേ. അടിപൊളി, സൂപ്പറായിട്ട് പാടി. ഇത് ഏതിലെ പാട്ടാണ്? ഒരു ആൽബം സോങ്ങാണ്. പക്ഷെ മനോഹരമായിട്ട്. ലവ് ഫെയിലിയർ ആയിരിക്കുന്ന അല്ല, അത് മനസ്സിലായി, അത് കേൾക്കുമ്പോൾ അറിയാമല്ലോ. അത് പക്ഷേ അടിപൊളിയായിട്ട് പാടിയുണ്ട്. ഇപ്പോൾ തുടങ്ങാം. നല്ലോണം പഠിക്കുന്നതിന് മാത്രമേ ഉള്ളൂ കാര്യം. ഓക്കെ. കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു കേട്ട്. നീ ഇമോഷണൽ ആവരുത്. താൻ എവിടേക്ക് നോക്കണേ? താനെന്താ പൊട്ടം കളിക്കുക? ഞാൻ തന്നെ വിളിച്ചേ. കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകുള്ളിയും കടിച്ചു പിടിച്ച് 4 അണയ്ക്ക് കൊള്ളാത്ത ഒരു ലൊടുക്ക് കാറിൽ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാടാ. എടാ മുരട്ട് കാളെ, സുപ്രീം കോടതി മുതൽ എന്നെ വിളിക്കാൻ സുപ്രീം കോടതി മുതൽ വിളിക്കാൻ തുടങ്ങിയതല്ലേ താൻ എൻ്റെ തന്തയ്ക്ക്. ഇത്രയും നാൾ ഞാൻ കേട്ട് നിന്നതേ എൻ്റെ ഗതികേട് കൊണ്ടാ. ഏത് പെരട്ടയ്ക്കും കാശുണ്ടായാൽ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചു. അതല്ല അപ്പൊ ഞാൻ തന്നെ തിരിച്ചു വിളിക്കാം. എന്ത് ഡാന്നാ? അയ്യോ ഭയങ്കര ആക്ഷനായി. എന്ത് ഡാന്നാ? എന്ത് ഡാന്നാ? അടിച്ച് നിന്റെ മോനെ ഷേപ്പ് ചെയ്യാൻ പറ്റും. വലിയ ആളാവണ്ട, വലിയ ആളാവണ്ട. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തൻ്റെ ചെരുപ്പ് നക്കി ഞാൻ അവിടെ ജീവിക്കുമെന്നോ? തനിക്ക് വേലക്കാരനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എൻ്റെ വീട്ടിൽ 4 വേലക്കാരെ ഞാൻ നിർത്തുന്നുണ്ട്. അല്ല, ഒരു 5 ആൾക്കാരാ. ഇപ്പൊ താൻ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ താൻ വിചാരിക്കുന്നുണ്ടാവും മൂർഖമ്പാമ്പിനെ ആണല്ലോ ഇത്ര കാലം ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടോ മൂർഖമ്പാമ്പിനെ തന്നെ പാല് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അതേടോ മൂർഖമ്പാമ്പിനെ തന്നെ പാല് കൊടുത്ത് വളർത്തിയത്. കൊള്ളാം, എവനാള് കൊള്ളാം. പേരെന്താണ്? അക്സ. എവിടെയാണ് നാട്? ട്രിവാൻഡ്രം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4th year CSE. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ചോദിച്ചു കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് ആക്ടിങ്ങിലേക്ക് പോകാം. റെഡി, ആക്ഷൻ. താൻ എവിടേക്കാണോ നോക്കുന്നത്? തന്നെയാണോ ഞാൻ വിളിച്ചത്? താൻ എന്താ പൊട്ടം കളിക്കുവാണോ? കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറക് കമ്പും കടിച്ചു പിടിച്ചിരുന്ന്
കടിച്ചു പിടിച്ച് നാലണക്ക് കൊള്ളാത്ത ലൊട്ടിലൊടുക്ക് കാർ കയറി ഞെളിഞ്ഞിരുന്നാലേ സായി പാത്തില്ല. സുപ്രീം കോടതി തൊട്ട് താൻ എന്റെ തന്തയ്ക്ക് മുരട്ടക്കാർ. സുപ്രീം കോടതി നിന്നെ ഞാൻ ശരിയാക്കി തരാടെ മുരട്ടക്കോളെ. അല്ല മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. സുപ്രീം കോടതി മുതൽ താൻ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയതാ. ഞാനതെല്ലാം കേൾക്കുന്നുണ്ട്. ഞാനതെല്ലാം കേൾക്കുന്ന എന്റെ ഗതികേട് കൊണ്ടാ. തിരിച്ച 4 ഏത് വേട്ടയ്ക്കും കാശുണ്ടായ തന്റെ തന്തയ്ക്ക് തിരിച്ചു വിളിക്കാൻ. വേട്ടയ്ക്ക് കാശുണ്ടായാൽ ഏത് പാവപ്പെട്ടവനും കാശുണ്ടായാൽ സത്യത്തിൽ ഇപ്പൊ എവിടെ നിൽക്കുന്നു? തളരരുത് രാമൻകുട്ടി, തളരരുത്. ഏത് പേട്ടയ്ക്കും കാശുണ്ടായാൽ ഏത് പാവപ്പെട്ടവനെ തന്തയ്ക്ക് വിളിക്കാമെന്നാ വിചാരം. 35 കൊല്ലം ഞാനിത് സഹിക്കുന്ന എന്റെ ഗതികേട് കൊണ്ടായിരുന്നു. അങ്ങനെ അല്ലല്ലോ കഥ. അതാ തെറ്റിച്ചാലുള്ള കുഴപ്പം. അയ്യോ, ഞാൻ കാണാതെ പഠിച്ചായിരുന്നു. പക്ഷെ ഒന്നും കൂടെ ആലോചിക്കാൻ തന്റെ തന്തയ്ക്ക് നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ആലോചിക്കാൻ പറ. എന്നെ തന്നെ ഇത് പറയണം കേട്ടോ. ഇതല്ല ഞാൻ തന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. ഡാന്നോ അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. താൻ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നക്കിക്കൊണ്ട് ഇവിടെ കിടക്കുമെന്നാണോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തനിക്ക് വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ വെക്കുന്നുണ്ട് 5-6 വേലക്കാരെ. താൻ കരുതുന്നുണ്ടാവും മൂർഖൻ പാമ്പിനെ താൻ പാല് കൊടുത്ത് ഇത്രയും നാൾ ഇവിടെ വളർത്തിയതെന്ന്. പക്ഷെ തനിക്ക് തെറ്റി. ഞാൻ മൂർഖൻ പാമ്പ. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ ഇത്രയും നാള് താൻ വിചാരിച്ചില്ലല്ലോ താൻ മൂർഖൻ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തുന്നതെന്ന്. പക്ഷെ മൂർഖൻ പാമ്പ ഇത്രയും നാള് താൻ വിചാരിച്ച് കാണത്തില്ല താൻ മൂർഖൻ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടോ ഞാൻ മൂർഖൻ പാമ്പ് തന്നെ. ശരിയാക്കിട്ട് പോയാ മതി. അവിടെ നോക്കി ലാസ്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പറയാൻ പോവാണ്. താനിപ്പോ ഇത്ര നാൾ വിചാരിച്ചു താൻ മൂർഖൻ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തുന്ന. അതേടോ തനിക്ക് തെറ്റിയില്ല. മൂർഖൻ പാമ്പിനെ തന്നെ തനിക്ക് തെറ്റിയില്ല. ഇതായി പോവും. അല്ല പറഞ്ഞു ഞാൻ കേട്ടില്ല. താൻ ഇത്രയും നാള് കരുതിയില്ലല്ലോ താൻ മൂർഖൻ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തിയതെന്ന്. തനിക്ക് തെറ്റിയില്ല. അതേടോ മൂർഖൻ പാമ്പ് തന്നെ. മൂർഖൻ പാമ്പിനെ തന്നെ പാല് കൊടുത്ത് വളർത്തിയത്. ആണോ? എന്റെ പൊന്നമ്മച്ചി. ഇങ്ങനെ ഒരു ജന്മം. എന്താണ് പേര്? പ്രിൻസി. പ്രിൻസി. എവിടെയാണ് നാട്? ഞാന് റാന്നി, പത്തനംതിട്ട റാന്നി. ഓർക്കുന്നു ഞാന്. അല്ല, മറന്നുപോയി പെട്ടെന്ന്. പിന്നെ ഇവിടെ ഏതിനാ പഠിക്കുന്ന ഓർമ്മയുണ്ടോ? ഫൈനൽ ഇയർ CSCS. എവിടെയോ എന്തോ ഒരു തകരാറ്. പേര് കറക്റ്റ് അല്ലേ? അതന്നെ, പ്രിൻസി സണ്ണി. പ്രിൻസി സണ്ണി. തുടങ്ങല്ല. പാട്ട് പാടും. പാട്ട് പാടുമായിരുന്നു. അച്ചാച്ചൻ പറഞ്ഞു പാടരുത്. രണ്ടുപേരും ഞാൻ പറയുന്ന പാടാ. വേണോ? ഇതിനെ തല്ലും. അല്ല, ഇപ്പോഴാണ് ഞാൻ നേറിന്ന് താഴോട്ട് ഇറങ്ങിയത്. കുഴപ്പമില്ലെന്ന് രണ്ടുപേരും പാടുന്നത്. ധൈര്യമായിട്ടിരിക്കും. 1000 കണ്ണുള്ള മാലാകവാനില ഈ രാവിലാകെ തിളങ്ങി നിൽക്കേ പോരുവാനാശയുണ്ടേറെ കിളിക്കൂടുമെയ്യുവാൻ നിന്റെ ആ നെഞ്ചകത്തിൽ കിളികള. മനോഹരമായിട്ട് പാടി. ഞങ്ങൾ ആ ലോകത്തേക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ഇല്ല, കിളി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു നിമിഷത്തേക്ക് ഞാൻ പിതാശ്രീ ഓർത്തു. അതാണ് ചിരിച്ചത്. എന്നാ ഓക്കെ, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. അപ്പൊ റെഡി, ആക്ഷൻ. താൻ എവിടെയൊക്കെ നോക്കണേ.
താനെന്താ പൊട്ടം കളിക്കുക? തന്നോടാണോ പറഞ്ഞേ? എടോ, ഒരു കോട്ടും സൂട്ടും ഇട്ട് ഒരു വറകൊള്ളിയും കടിച്ചു പിടിച്ച് നാലണക്കി കൊള്ളാത്ത ഒരു ലൊടുക്ക് കാറിൽ ഞെളിഞ്ഞിരുന്നാലൊന്നും സായി പാവുകയില്ല. നിന്നെ ഞാൻ ഇപ്പം ശരിയാക്കി തരാടാ. എടാ മൊരട്ട് കാളെ, സുപ്രീം കോടതി തൊട്ട് തുടങ്ങിയല്ലേടോ തൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ. ഇത്രയും നാളെ ഞാനൊക്കെ കേട്ടിരുന്നത് എൻ്റെ കഴിവുകേട് കൊണ്ടാണ്. ഇത്രയും നാളെ ഞാനൊക്കെ കേട്ടിരുന്നത് എൻ്റെ ഗതികേട് കൊണ്ടിട്ടാ. ഏതൊരു പേട്ടയ്ക്ക് 4 കാശുണ്ടാക്കിയ ഏത് പാവപ്പെട്ടവനെ തന്തയ്ക്ക് വിളിക്കാന്നാ വിചാരം? 35 കൊല്ലം താൻ എന്റെ തന്തയ്ക്ക് വിളിച്ചില്ലേ, അതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കുക. അടിച്ചു മുതടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. അടിച്ചു മുതടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചു. താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ ഞാൻ തന്റെ ചെരുപ്പ് നക്കി ഇവിടെ ജീവിക്കുന്നോ? തനിക്ക് വേലക്കാരെ എങ്ങനെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തരാടോ. ഞാൻ നിർത്തുന്നുണ്ട് എൻ്റെ ഒരു വീട്ടിൽ 4-5 വേലക്കാരെ. തവന്ന് നോക്കണം കേട്ടോളാ. ഇവിടെ നോക്കടാ, ഇവിടെ താനിപ്പോൾ വിചാരിക്കുന്നതായിരിക്കും, ഈശ്വര മൂർഖൻ പാമ്പിനെയാണല്ലോ ഞാൻ ഇത്ര നാൾ പാൽ കൊടുത്ത് വളർത്തിയെന്ന്. അതേടോ, മൂർഖൻ പാമ്പിനെ തന്നെയാണ് ഞാൻ ഇത്ര നാൾ പാൽ കൊടുത്ത് വളർത്തിയത്. പൊളിച്ചടുക്കി കളഞ്ഞു, അടിപൊളി. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. ഒരുവിധം എല്ലാവരും സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ, ഇതൊരു ചിരി പരിപാടിയാണല്ലോ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചത് നിങ്ങൾക്ക് തന്നെ അറിയാം, മൂർഖൻ. മൂർഖനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. കറക്റ്റ് പേരെന്തായിരുന്നു? അക്സ. അപ്പോൾ അക്സയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡിലെ പ്രൈസ്. ഓക്കെ, പേരെന്തായിരുന്നു? മൂർഖനല്ലല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് നൽകുന്ന 25,000 റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണത്. അവരുടെ തന്നെ കൺഗ്രാറ്റ്സ്. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് മനോഹരമായി പെർഫോം ചെയ്ത സ്ക്രിപ്റ്റൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ മിസ്റ്റർ ഓജീസ്. ഇവനെ നമ്മളിട്ട പേര് ഷാറൂഖ് ഖാൻ. ഷാറൂഖ് ഖാന് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു മനോഹരമായ ഗിഫ്റ്റ്. ഓക്കെ. ബാസിഗറോ ബാസിഗർ, ഇങ്ങനെ കാണിച്ചേ. ബാസിഗറോ ബാസി, മലന്നങ്ങ് പോരുത് കേട്ടോ. അടുത്ത ഞാൻ വിളിക്കുന്നു പ്രിൻസി. പ്രിൻസിക്ക് മനോഹരമായ ഒരു ബദ്രീസ് നൽകുന്ന ഒരു ഫേസ് ക്രീമാണ്, ഫേസ് പാക്കാണ് പപ്പായയുടെ. അടിപൊളിയായിട്ട് കൂടുതൽ സുന്ദരിയാക്കും. ഓക്കെ. പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു മനോഹരമായ മറ്റൊരു ഗിഫ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് വിളിക്കാം ജയലക്ഷ്മി. ജയലക്ഷ്മി അപ്പോൾ ഹെയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് തലയിൽ തേക്കുന്നത്? ആണ്. ഓക്കെ. പക്ഷെ നന്നായിട്ടുണ്ട്, നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് മിൽമിത്തിൻ്റെ, അതായത് വസ്ത്രവ്യാപാര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മിൽമിത്ത് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. നമ്മൾ ഏതൊരു വേദിയിലും ആദ്യമായി കടന്നു ചെല്ലുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതൊരു ഗട്ട്സ് തന്നെ വേണം. എല്ലാവർക്കും ചെറിയൊരു പേടിയായിരിക്കും ആദ്യം കടന്നു ചെല്ലാൻ. ആദ്യം ഒരാൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെല്ലും. പക്ഷേ ആദ്യമായി കടന്നു വരുന്നവന് നല്ലൊരു ഗട്ട്സ് തന്നെ വേണം. ജീവിതത്തിൽ എവിടെയും ആദ്യം തന്നെ എത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ സ്റ്റേജിൽ ആദ്യം കടന്നു വന്നത് ആരാണ്? മിസ്റ്റർ ആലൻ. നല്ലൊരു കൈയുടെ ആലനെ വിളിക്കും. ആലനെ, കൺഗ്രാറ്റ്സ്. വസ്ത്രവ്യാപാര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മിൽമിത്ത് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. KITS കുട്ടികൾ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.